കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാവോ? അതായത് ഈ സ്വർണം പോരാ, സൗന്ദര്യം പോരാ, ഈ കുട്ടിയെ ഒഴിവാക്കാൻ തന്നെയാണെന്ന് തുടക്കം തൊട്ട് ഇയാൾ ശ്രമിച്ചിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണോ ഇപ്പൊ അതോ വേറെ വല്ല പ്രകോപനത്തിന്റെ പുറത്ത് പെട്ടെന്ന് കയറി ഒരു മുത്തലാഖ് പറഞ്ഞ് ഒഴിവാക്കുക, അങ്ങനെ എന്താണ് തോന്നുന്നത്? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് ഫസ്റ്റ് തന്നെ അവർ പറഞ്ഞ അവർക്ക് ഒഴിവാക്കണം, അതായത് സൗന്ദര്യത്തിന്റെ നമുക്ക് തോന്നിയത് അങ്ങനെയാണ്. പക്ഷെ അവർ ഒന്നും തുറന്നു പറയുന്നു, വിട്ടു പറയുന്നില്ല. നമ്മള് തുടക്കത്തിൽ തന്നെ പല ആൾക്കാരോട് ബന്ധപ്പെട്ടിട്ടും ഇതൊക്കെ നമുക്ക് തോന്നിയത് അതങ്ങനെയാണ്. ഇയാൾക്ക് എന്താണ് ജോലി? അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണോ? ഈ മുത്തലാഖ് ഒരു നിയമവിരുദ്ധമായ കാര്യമാണെന്നും ശിക്ഷ കിട്ടുന്ന കാര്യമാണെന്നൊന്നും അറിയുന്ന ആളല്ലേ? എന്തോ നമുക്കറിയില്ല. നമുക്ക് ആകെ എത്ര 40-50 ദിവസത്തെ പരിചയമേ അവരെ. അപ്പൊ നമുക്ക് അവരുടെ വിദ്യാഭ്യാസം എന്താന്നുള്ളതും കൂടുതൽ ലോകത്ത് ഇങ്ങനെ സ്കൂൾ പഠിച്ചിരിക്കണം, മദ്രസ പഠിച്ചിരിക്കണം, അങ്ങനെ നമ്മൾ അന്വേഷിച്ചിട്ടല്ല നമ്മൾ കല്യാണം ആലോചിച്ചിട്ട് അത്ര ചെയ്യുള്ളൂ. അല്ലാതെ എത്ര പോയി അങ്ങനെ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചു അങ്ങനെ കൂടുതൽ അന്വേഷിച്ചിട്ടില്ല. എന്തായാലും നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും അല്ലേ? അത്രേ ഉള്ളൂ. നിയമപരമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് അവരെ പല കോലത്തിലാക്കിയിട്ടുണ്ട്. അവരൊന്നിനും തയ്യാറാകുന്നില്ല, ഒന്നിനും അടുക്കുന്നില്ല. നമ്മൾ ഒരു സംഗതി ചെയ്യുമ്പോ ഒരു എന്തിനും ഇനിയിപ്പം സുഖമില്ലെങ്കിൽ, അതായത് എന്റെ മകൾക്ക് അങ്ങനെ അസുഖമാണെന്ന് പോലും പറയുമ്പോ ഏതൊരു മനുഷ്യനാണെങ്കിലും നമ്മൾ എന്താ ചെയ്യല്? നമ്മളെല്ലാവരും കൂട്ടി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്താ അസുഖമല്ലേ ഒന്ന് മാറ്റാൻ പറ്റുന്ന അസുഖമാണെങ്കിൽ മാറ്റുക, അങ്ങനെയുള്ളത്. ഇവര് നമ്മൾ പറയുന്നത് എന്താണ്? മാരകമായ അസുഖമാണ്. ഈ മാരകമായ അസുഖം പെണ്ണിപ്പോ പ്രസവിച്ചു, നോർമലി പ്രസവമാണ്, ഒരു കുഴപ്പമില്ലല്ലോ. ഇതുവരെ അവർക്ക് ഒരു കുഴപ്പമില്ല, ജീവനോളം നടക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ ഈ മാരകമായ അസുഖം എന്ന് പറഞ്ഞിട്ട് വെറുതെ നമ്മളൊരു മാനപ്പെടുത്തിട്ട് മറ്റുള്ളവരുടെ ഇടയിൽ മോശപ്പെടുത്തുന്ന ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യന്മാരല്ലേ? അപ്പൊ നമ്മളിങ്ങനെ മാനപ്പെടുത്തിയാണ്ട് അത് ഇതല്ലേ? നിങ്ങളുടെ നിയമപരമായ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും പറയുകയാണ്. കാരണം ഈ നാട്ടിൽ മുത്തലാഖ് നിയമപരമായി നിരോധിച്ച ഒരു കാര്യമാണ്, ശിക്ഷാർഹമായ ഒരു തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് നിയമത്തിന്റെ വഴിയിലൂടെ നിങ്ങൾക്ക് നീതി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. 21 വയസ്സാണ് ആ പെൺകുട്ടിക്ക്. 20-ാം വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത്. അതിനിടെ ഇപ്പോൾ 11 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഫോണിലൂടെ വിളിച്ച് മുത്തലാഖ് ചൊല്ലുന്ന സാഹചര്യം ഉണ്ടായത്. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ പിതാവും.